അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് മോർണിംഗ്. നാളെ പരിശുദ്ധമായ റമദാൻ ആരംഭിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ മാസം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ എടുത്ത് വിടാൻ പറഞ്ഞ കാരണം വെച്ചാൽ ഇന്നലെ ഇപ്പോൾ നമ്മൾ പല വീഡിയോസൊക്കെ കാണിച്ചിരുന്നു. ഞങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ കൃഷികളൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്, ആനന്ദമാണ് ഒക്കെ ചെയ്യാറുണ്ട്. ഇത് കഴുങ്ങ് കണ്ട ഫാൻസി കഴുങ്ങും തൈയാണ്. ഓക്കെ, ഒരെണ്ണേ ഉള്ളൂ നിലവിൽ. ഓക്കെ, ഇത് വേഗം ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഒരു പറങ്കിമാവ് കൊടുന്ന് വെച്ചിരുന്നു. ഓക്കെ, മരം കാണിച്ചു തരാം. ഇതാണ് പറങ്കിമാവിൻ്റെ മരം. അധികം മണ്ണമില്ലാത്ത, എന്നാൽ നല്ല രസമായിട്ട് തന്നെ കൃത്യമായിട്ടത് കായ്ച്ചിട്ടുണ്ടെന്നുള്ളതാണ് വലിയൊരു സന്തോഷം. ഓക്കെ, തൽക്കാലം നിലവിൽ കണ്ടോ ഒരു കായ ഉണ്ടായിട്ടുള്ളൂ, കണ്ടോ ഒറ്റ കായ. പിന്നെ നമ്മുടെ കൊമ്പിലൊക്കെ പൂവൊക്കെ നിൽക്കുന്നുണ്ട്. പറങ്കിമാവൊക്കെ വീട്ടിൽ കായ്ക്കൽ വളരെ അപൂർവമാണ്. സാധാരണ നാട്ടുപുറത്തൊക്കെ ഉണ്ടാവാറുണ്ട്, അതല്ലെങ്കിൽ വീടുകളിൽ കായ്ക്കൽ വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറങ്കിമാവ്? കണ്ടോ ഇത് റെഡാണ് തോന്നുന്നു. എന്തായാലും കൗതുകത്തിൽ നിർത്തിക്കാണ് മക്കൾ ആദ്യം കണ്ടപ്പോൾ സന്തോഷമായി. കൊമ്പിലൊക്കെ പൂവുണ്ട്, പക്ഷേ പൂവൊക്കെ കരിഞ്ഞു, കണ്ടോ ചില പൂവൊക്കെ കരിഞ്ഞു പോയി. പിന്നെ അത് വേപ്പൻ തൈകൾ സുലഭമായിട്ടുണ്ട്. ചൂടാർമണി എന്ന് പറയുന്ന ഐറ്റംസാണിത്. ഇതൊരു ഫാൻസി ടൈപ്പ് ഇതാണ്, ഞാനൊരു എടപ്പാളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഓക്കെ, ഇത് വേറൊരു ഐറ്റം, അതിന് പേര് കൃത്യമായിട്ട് അറിഞ്ഞോളൂ. കാണുമ്പോൾ ഒക്കെ കൗതുകത്തിൽ വാങ്ങുക, കൊണ്ടുവരി ഉണ്ടാക്കുക എന്നല്ലാതെ. ഇതാണ് ഏറ്റവും വലിയ രസം, മല്ലിച്ചപ്പ്, ചെപ്പ് പതീന. കണ്ടോ മല്ലിച്ചപ്പ് കൊണ്ടുവന്നപ്പോൾ കടയിൽ വന്നപ്പോൾ അരിഞ്ഞിട്ട് അങ്ങനെ മക്കൾ വെച്ചതാണ്. നല്ലൊരു രസമായിട്ട് ചട്ടി നിറച്ച് മല്ലിച്ചപ്പ് നിൽക്കുന്നുണ്ട്. ആഹാ, നല്ല സുഗന്ധമുണ്ട്. ഒരു ചെറിയൊരു കണ്ടോ ഒരു കുഞ്ഞില പൊട്ടിച്ചിട്ട് ഞാനിങ്ങനെ, ആഹാ നല്ല സ്മെല്ല്, അടിപൊളി. ഇതൊക്കെ പിന്നെ കോമൺ ആയിട്ട് നമ്മളെല്ലാ വീടുകളിലും കാണുന്ന ഐറ്റംസ് ചെടികൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്കിത് ഉണ്ടാക്കാനുള്ളൊരു സങ്കടം എന്താ വെച്ചാൽ ഇവിടെ എന്താ പറയുക, മുള്ളം പന്നിയുടെയും സാധാ പന്നിയുടെയും കുരങ്ങന്മാരുടെ ഒക്കെ ശല്യം ഭയങ്കരമാണ്. ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കിയാൽ മതി, പറിക്കാൻ അവർ കുറച്ചോളും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്സ്. പിന്നെ ഇതൊക്കെ നമ്മൾ പല വീഡിയോസ് ഞാൻ കാണിച്ചതാണ്. ചിക്കുവിൻ്റെ മരമാണ്, കണ്ടില്ലേ ചിക്കു കണ്ടോ. അപ്പോൾ നമുക്ക് കലാകൃഷി യാത്ര എന്നാണ് നമ്മളെ കണ്ടൻറ്റിൻ്റെ പേര്, അറിയാമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മളൊരു ഇപ്പോൾ ഞാൻ അടുത്ത പറങ്കിമാവ് കാണിച്ചതില്ലേ, നമ്മളൊരു കായഫലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പൂ വിരിയുമ്പോഴൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. നമ്മളിന്ന് രാവിലെ എണീറ്റ് പോയി നോക്കും, മക്കളെ പോലെ നോക്കി സംരക്ഷിക്കുന്നതാണ്. ഇപ്പോൾ ഇതാണ് വേപ്പുമരം. വേപ്പുമരം അത്യാവശ്യം വലിയൊരു മരം തന്നെയാണ്, കണ്ടില്ലേ കണ്ടോ. നല്ല ഹൈറ്റിൽ പോയൊരു മരം തന്നെയാണ്, കണ്ടോ അത്രയും ഹൈറ്റ് ഉണ്ട് മരം, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താ അറിയോ, ഇവിടെ ഇത് വേപ്പുമരത്തിൻ്റെ ഒരു കൂട്ടം തന്നെയാണ്. ഇതിവിടെ പുറകിൽ മുരിങ്ങയുണ്ട്, മുരിങ്ങ പൂട്ടിരിക്കുകയാണ്. നമ്മളെ വീട് വെച്ചിട്ട് ഇവിടെ മുരിങ്ങയിലയും അതുപോലെ തന്നെ വേപ്പിലയും ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല, ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, കണ്ടോ കോയമ്പട്ടത്തോടെ ഇട്ടുകൊടുത്തിട്ട് ഒക്കെ മക്കളൊക്കെ അതിൻ്റെ ചെയ്യും. അതുപോലെ തന്നെ ചീനമുളക് ഉണ്ടോ, ചീനമുളകിൻ്റെ തൈയാണ്. ചീനമുളക് അത്യാവശ്യം നമ്മൾ പറിക്കാറുണ്ട്, കണ്ടില്ലേ. ഇതിങ്ങനെ ഇപ്പം ചൂടായതുകൊണ്ട് ഒന്ന് കുറച്ച് കുറവാണ്. ഇത് ചീനമുളകിൻ്റെ വലിയൊരു മരം തന്നെയാണ്, കണ്ടോ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയൊരു മരം തന്നെയാണ്. ഇത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. ചിലയിടത്ത് എന്താ പറയുക, പപ്പായ, കർമ്മൂസിക്കായ, ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ മലപ്പുറത്ത് പറയുന്ന ഓമക്കായ എന്ന് പറയും. ഓക്കെ, ഇത് വെറൈറ്റിയാണ്. ഞങ്ങൾ വെച്ചാൽ ഇതിൻ്റെ ഒരു സത്യം എന്താ വെച്ചാൽ ഇത് ശരിക്ക് കാറ്റത്ത് ഒടിഞ്ഞു വീണു. ഇത് കാറ്റത്ത് ഒടിഞ്ഞു വീണിട്ട് എന്തായി, ഇതിലാണ് മൊത്തം കട്ടായിട്ട് കംപ്ലീറ്റ്. ഞാൻ നല്ല പ്രതീക്ഷയിൽ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ പഴുക്കാൻ നേരത്ത് ഒരു വർഷക്കാലത്തുണ്ട് നേരം വെളുത്തപ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നു. അങ്ങനെ വെട്ടിയുണ്ടാക്കി പിന്നെയും വളർന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടിരിക്കണം കായ ഉണ്ടായതിന് ശേഷം പിന്നെയും വീണു. ഇതിപ്പോൾ 3-ാം തവണയാണ് ഞാൻ വെട്ടി സൈസാക്കി ഒപ്പാക്കിയപ്പോൾ കണ്ടോ കൊമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്ന് പിടിച്ച് എല്ലാ ഭാഗത്തും എല്ലാ കൊമ്പും കണ്ടോ. നമ്മൾ കൊമ്പക്കാട് കോയെന്ന് കേട്ടിട്ടുണ്ട്, കൊമ്പുണ്ടായ ഓമാന്ന് ആദ്യമായിട്ട് കേൾക്കാരം അല്ലേ. കണ്ടോ കണ്ട കൊമ്പൊന്നും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്നേക്കാണ്, കണ്ടോ 1 2 3 4 5 6 7 കൊമ്പ്. 7 കൊമ്പിൽ ഇപ്പോൾ 2 കൊമ്പിൽ കായുണ്ട്, മറ്റേ കൊമ്പിലൊക്കെ പൂവിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ, തടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. ഓക്കെ, പിന്നെ നമ്മുടെ വീട്ടിലൊരു പ്രധാന ഐറ്റംസാണ് ഇത്, കണ്ടോ ഇതൊരു തരം ചീരയാണ്. ഇംഗ്ലീഷ് ചീര എന്ന് പറയും, അല്ലെങ്കിൽ വട്ട ഇല എന്ന് പറയും ചിലയിടത്ത് പറയും. ഇത് നമ്മൾ ചിലയിടത്തൊക്കെ അതിര് മാടിയിട്ട് അതിൻ്റെ ഭാഗത്തൊക്കെ വെയിൽ പോലെ കെട്ടാറുണ്ട്. പക്ഷേ ഇതിൻ്റെ വെയിൽ കെട്ടുന്നതിൻ്റെ ഗുണം മാത്രമല്ല, ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാണ്, ഒരു ചീരയാണ്. കണ്ടോ ഇതിങ്ങനെ നമ്മൾ ഈ കപ്പയുടെ ഇല പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ പൂളയുടെ ഇല പോലെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഷേപ്പുള്ള ഇലയാണ്. മലപ്പുറം ഭാഷയിൽ കപ്പ അല്ല പൂള എന്നാണ് പറയുന്നത് മലബാർ സ്റ്റൈലിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇല പോലത്തെ ഒരു ഇലയാണ്, കണ്ടില്ലേ. എല്ലാം അത്യാവശ്യം തടിയുള്ളൊരു മരം തന്നെയാണ്. ഇത് നമ്മളിങ്ങനെ കൊമ്പ് വെട്ടിയിട്ട് എല്ലായിടത്തും വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഉണ്ടാവും. മാത്രമല്ല ഷുഗർ പേഷ്യൻറ്റിനൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ ഇല.
എപ്പോഴും നമ്മൾ തോരൻ പോലെ വെക്കൽ, ഉപ്പേരി വെക്കുക, അതുപോലെ തന്നെ വറ്റിച്ചിട്ട് നമ്മൾ പയറില വെക്കുന്ന പോലെയൊക്കെ കറി വെച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള സാധനം കൂടിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും കൂട്ടാല്ലെങ്കിൽ 2 ഇല മുരിങ്ങൻ്റെ നുള്ളിയിട്ട് ചട്ടിയിൽ ചീനമുളക് വരച്ചിട്ട് ഒരു കറിവെപ്പുണ്ട്. അത് കിട്ടി എന്താ പറയുക, സൈക്കിൾ പോണ പോലെ ചോറിങ്ങനെ പോകും. കണ്ടോ, അത്യാവശ്യം പ്രായവും വലിപ്പവും മണ്ണൊക്കെയുള്ള ഒരു മുരിങ്ങ മരം തന്നെയാണ്. കണ്ടോ, നമുക്കിതിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഉണ്ടാവും. നമ്മൾ ഭൂമിയെ ഇഷ്ടപ്പെടുന്ന, മണ്ണ് ഇഷ്ടപ്പെടുന്ന, കൃഷിയെ ഇഷ്ടപ്പെടുന്ന, കണ്ടോ, ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഇത് സപ്പോർട്ട് ചെയ്ത് എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾ തന്നെ എനിക്ക് സപ്പോർട്ട്, മറ്റാരും ഇല്ല. ഓക്കെ, ഞാനൊരു മുളക് ചെടി കൂടി കാണിച്ചു തരാം. ചീനമുളക് കായ്ച്ച് നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. കണ്ടത് ചെറിയ തൈയാണെങ്കിലും അത്യാവശ്യം കായ അവിടെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, നോക്കിയാൽ കണ്ടോ. അതൊക്കെ ഇനിയിപ്പോൾ മക്കളൊക്കെ ഇന്ന് റെസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയാണ്. അവർ രാവിലെ എണീറ്റ് വരെ പ്രാഥമിക കാര്യങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു അവരിങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നീറ്റ് 2 കൂടി അനിയത്തിയും ഏട്ടത്തിൻ്റെ ബന്ധം ഇതൊക്കെ പറിക്കാൻ ഓർഡർ കൊടുക്കണം. അപ്പോൾ ഒക്കെ നുള്ളി എടുത്ത് എന്തായാലും ഇതിൽ നുള്ളിയാൽ തന്നെ കണ്ടോ അത്യാവശ്യം വലിയ മരമാണ്. എല്ലാ കൊമ്പിലും കായ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു അരക്കിലോ കണ്ടിട്ട് എന്തായാലും മിനിമം ഉണ്ടാവും. ഓക്കെ എന്ന് വിചാരിക്കുന്നു. 2-3 അപ്പുറത്തും പറിക്കാനുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. മുരിങ്ങാക്കൊമ്പിൻ്റെ ഒരു സൈഡ് പോർഷനാണത്. കണ്ടോ, അത് മറ്റൊരു മുരിങ്ങാക്കൊമ്പടൊക്കെ നമ്മൾ പൂവിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, പൂവിട്ട് ഒക്കെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് കായ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക, പല തവണ ചുരുങ്ങിയത് ഒരു 6-7 തവണയെങ്കിലും കായ ഉണ്ടായിട്ടുണ്ടാവും. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കായ. ചിലപ്പോൾ ഒരു മരത്തിന്മേൽ 10 എണ്ണം 8 എണ്ണം, ചിലപ്പോൾ ഒരു മരത്തിന്മേൽ 20 എണ്ണം കിട്ടിയാൽ വലിയ മരം പൊട്ടിച്ചെടിയൊരു മരം ഉണ്ടായിരുന്നു. നമ്മളൊരു 20 കായ ഒരു കൊമ്പിന് ഇടിച്ച് പൈമുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് കായൊക്കെ കിട്ടും. ഒക്കെ നല്ല രസമാണ്, സന്തോഷമാണ്. അവനായിട്ട് പറമ്പിണ്ടാകുന്നില്ല, ഒരു വിഷമില്ലാത്തതല്ലേ, കൊത്തിക്കളിച്ച് ഉണ്ടാക്കുക, വലിയ സന്തോഷമാണ്. പിന്നെ അതാ ഞങ്ങളെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് നല്ല രസമായിട്ടുള്ള കണ്ടോ, ഇത് വെണ്ണൂറംകുന്നം പഴം എന്ന് പറയും. വെണ്ണൂറംകുന്നൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കണ്ടോ, ആഹാ എന്താ രസം. ഞാനൊരു തൂണൊക്കെ കൊടുത്ത് ഇങ്ങനെ സേഫായി നിർത്തിയേക്കാം. മഴ എല്ലാം എന്താ പറയുക, ചെറുതായിട്ട് കാറ്റടിച്ചപ്പോൾ ആളൊന്ന് ചെരിഞ്ഞു. വെണ്ണൂറംകുന്നം നല്ല പുട്ടിലേക്കൊക്കെ കുഴച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റിയ സൂപ്പർ പഴം. തേൻ പോലത്തെ മധുരമാണ്. എത്ര പഴുത്താലും തൊലി ഒരു എന്താ പറയുക ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടാവുള്ളൂ. പഴുത്ത് അറിയിക്കുന്ന അത്ര ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കൊല പുറത്തേക്ക് അടിച്ച് 4-5 ദിവസമായി. ഓക്കെ, എനിവേ, അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടി നിങ്ങളെ കാണിക്കാൻ കേട്ടോ. പിന്നെ നല്ല എന്താ പറയുക, നമ്മുടെ ഈ ഓറഞ്ചാണ്. ഓറഞ്ചല്ല, നമ്മുടെ ഈ ലെമൺ ചെറുനാരങ്ങയുടെ മരമാണത്. ഒരു തവണ 3-4 കായ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അത് മൂപ്പരൊന്നും പ്രതികരിച്ചിട്ടില്ല. ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നല്ല സ്മെല്ലുണ്ട്. ഇലന്നിങ്ങനെ നിരടിയിട്ടൊന്ന് സ്മെല്ലടിച്ചാൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ ചെടിയിലൊക്കെ എന്താ പറയുക തൂക്കിയിട്ടുണ്ട്. ചെറിയൊരു മരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ അവിടെയൊക്കെ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രശസ്തമായ കറ്റാർ വാഴ അടിപൊളി ഒരു ഔഷധം കൂടിയാണ്, അറിയാമല്ലോ. സാധാരണ റെഡ്, ചെമ്പരത്തി, വൈറ്റ്, പിങ്ക് കളർ. നമ്മളിത് പിങ്കാണ്, രസമുണ്ട്. പിന്നെ മഞ്ഞ കണ്ടിട്ടുണ്ട്, നമ്മളുള്ളത് പിങ്ക് കളറാണ്. കണ്ടില്ലേ, ചെമ്പരത്തി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ പൂട്ട് നിൽക്കുമ്പോഴൊക്കെ വലിയ സന്തോഷമാണ്, അഭിമാനമാണ്, ഏറെ രസകരമാണ്. ഓക്കെ, അപ്പോൾ പറങ്കിമാവിലത്തിനെ തുടങ്ങി പറങ്കിമാവിലത്തിനെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ പരിശുദ്ധ റമദാൻ മാസം ആരംഭിക്കുകയാണ്. വ്രതാനുഷ്ഠാനമാണ്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ റമദാൻ ആശംസകൾ സ്നേഹത്തോടു കൂടി നേരുന്നു. താങ്ക് യു, ബൈ.